ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല, വസ്ത്രത്തിന്റെ സൗന്ദര്യം അറിയുന്നില്ല, മക്കളോട് വാത്സല്യം തോന്നുന്നില്ല, മാതാപിതാക്കളോട് സ്നേഹം തോന്നുന്നില്ല, ഭാര്യയെ കണ്ടാലും തിരിച്ചറിയുന്നില്ല. ഒരു പ്രത്യേക അവസ്ഥയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സെക്കൻഡ് മതി നമ്മുടെ അവസ്ഥ മാറാൻ. ഞാൻ ഓർത്തു പോകുന്ന മലപ്പുറം ജില്ലയിലെ എടക്കുളമെന്ന് പറയുന്ന സ്ഥലത്തിൽ പ്രഭാഷണത്തിൽ ചെന്ന് വേദിയിൽ നിന്നിറങ്ങുമ്പോ നല്ല ചെറുചെറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് കൈ പിടിച്ചിട്ട് നല്ലൊരു സദഖ ആ സദസ്സിലേക്ക് സംഭാവന അർപ്പിച്ച് കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദേ ദുആ ചെയ്യണേ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, എന്താ ഭാര്യയ്ക്ക് സംഭവിച്ചത്, ഭാര്യയ്ക്ക് എന്ത് അസുഖമാണെന്ന്. വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ തേങ്ങി തേങ്ങി കരയുന്ന ചെറുപ്പക്കാരന്റെ മുഖം നോക്കിയപ്പോ സങ്കടം വന്നു. തൊട്ടരികിൽ നിൽക്കുന്ന ആ നാട്ടിലെ ഉസ്താദ് എന്നോട് പറഞ്ഞു, ഈ മനുഷ്യനൊരു പ്രവാസിയാണ്. ഈ മനുഷ്യൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വരുമ്പോ എയർപോർട്ടിലേക്ക് ഭാര്യ വിളിക്കാൻ കടന്നു ചെന്നിരുന്നു, പൊന്നുമക്കളും ചെന്നിരുന്നു, കുടുംബാദികളും ചെന്നിരുന്നു. അങ്ങനെ കേൾക്കണോ പ്രിയപ്പെട്ട ഉസ്താദ്, ആ പൊന്നുഭാര്യയുണ്ടല്ലോ ഭർത്താവിനെ പ്രതീക്ഷിച്ചു നിൽക്കുമ്പോ തളർന്നു വീഴുകയാണ്. ഉടനെ തന്നെ ഭർത്താവ് വീട്ടിലേക്കല്ല വരുന്നത്. ഭാര്യയുമായി കോഴിക്കോട് മിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധനയ്ക്ക് വിധേയമായപ്പോ റിസൾട്ട് വന്നപ്പോ ഡോക്ടർമാരെ പറയുന്നു ബ്ലഡ് ക്യാൻസർ ആണ്, രക്താർബുദമാണെന്ന് പറയുന്നു. ആ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദ് പിന്നെ ഒരു ആഴ്ച മാത്രമേ എന്റെ ഭാര്യയെ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. എന്നെ വിട്ടവൾ അകന്നു പോയ ഉസ്താദ്, എന്റെ മക്കളെയും വിട്ടവൾ പറന്നു പോയ ഉസ്താദ്, അവൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറക്കരുത് എന്ന് പറഞ്ഞ് കരയുമ്പോ എന്റെ മൈലാടിയിലെ നല്ലവരിൽ നല്ലവരെ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ അല്ലാഹു നമ്മയും മറക്കുകയാണ്. ഇന്ന് അദാബില ശദീദ്. നമ്മുടെ ജീവിതം മദ്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല, അധർമ്മത്തിന്റെ വഴികളിലൂടെ സഞ്ചരിപ്പിക്കുവാനുള്ളതല്ല, അരുതായ്മകളിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതല്ല, പണച്ചെലപ്പിന്റെ പൊരുത്തത്തിലൂടെ നന്മയുടെ മാർഗത്തിൽ ധർമ്മ സംസ്ഥാപനത്തിന്റെ ധാർമ്മിക നിഷ്ഠയുടെ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഏറ്റവും നല്ല ജീവിതത്തിന്റെ ഉടമകളായി കടന്നു വരാൻ നമുക്ക് കഴിയണം. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ മൂവാറ്റുപുഴയിൽ ഒരു പ്രസംഗത്തിൽ ചെന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരയുകയാണ്. എന്താണെന്ന് ചോദിച്ചപ്പോ പറയുന്ന ഉസ്താദേ, ഒരിക്കൽ മലമൂത്ര വിസർജനത്തിന് വേണ്ടി ശ്രമം ആരംഭിച്ചപ്പോ എന്റെ വായിലൂടെ മലം വരികയാ. ഡോക്ടർമാരെ സമീപിച്ചപ്പോ അവര് പറയുന്നു മലദ്വാരത്തിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അങ്ങനെ മലദ്വാരത്തിൽ ക്യാൻസറിന് വേണ്ടി ഓപ്പറേഷൻ നടത്തിയിട്ട് ഇപ്പൊ മലം സ്വീകരിക്കാൻ എന്റെ പുറകിൽ ഒരു പ്ലാസ്റ്റിക് സഞ്ചി ഘടിപ്പിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തേങ്ങിക്കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടപ്പോ വേദന തോന്നിപ്പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണച്ചെലപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കണ്ട. പാലക്കാട് പത്തിരിപ്പാലയിൽ ചെന്നപ്പോ ഏറ്റവും നല്ല ഒരു ചെറുചുറുക്കുള്ള ചെറുപ്പക്കാരൻ 2.5 വയസ്സുള്ള ഒരു കൈക്കുഞ്ഞുമായി പെൺകുഞ്ഞുമായി കടന്നു വന്നിട്ട് ആ കൈക്കുഞ്ഞിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ഏറ്റവും വലിയ വിഷമം പറഞ്ഞുകൊണ്ട് പിതാവിന്റെ സഹോദരൻ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, ആ 2.5 വയസ്സുള്ള പെൺകുഞ്ഞിന് ഇടയ്ക്കിടെ പനി വന്നിരുന്നു. പാലക്കാട് വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ നടത്തി പനിയൊക്കെ മാറി. പിന്നീട് തലയിൽ ഒരു മുഴ മുളച്ചു പൊന്തി. ആ മുഴ പരിശോധിച്ച് അമൃത ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞത് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ദുആയിൽ മറക്കരുതെന്ന് പറഞ്ഞുവെങ്കിലാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ജലദോഷം പോലെ പറന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു ക്യാൻസർ. പണച്ചെലപ്പിന് മറക്കുമ്പോ ഇന്ന് അദാബില ശദീദ്. അല്ലാഹുവാണ് പറഞ്ഞതാ, ഇജ്തനിബുൽ ഖംറ എന്ന് പരിശുദ്ധ റസൂൽ വെറുതെ പറഞ്ഞതല്ല. അല്ലാഹു പറഞ്ഞില്ലേ, മദ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് റിജ്സും മിൻ അമലി ശൈത്താൻ. പിശാചിന്റെ മ്ലേച്ഛ പ്രവർത്തനങ്ങളിൽപ്പെട്ട മദ്യമെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ തിരിച്ചറിയണം. ഫജിതനിബൂഹു വലിച്ചറിയണം. ആ മദ്യത്തിൽ നിന്ന് നിങ്ങൾ പിന്മാറണമെന്ന് പടച്ചറബ് പറഞ്ഞുവെങ്കിലാ അത് ചെവി കൊടുക്കാതെ താൻ തോന്നിയ